സാർ, ഒരു വെള്ളപ്പൊക്കം, അതായത് ത്രിപുരയിലെ തുമ്പൂർ ഡാം ഇന്ത്യ തുറന്നു വിട്ടു. അത് കാരണം ഞങ്ങൾ ആകെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി എന്ന് ബംഗ്ലാദേശ് പരിതപിക്കുകയാണ്. അവിടുത്തെ 8 ജില്ലകളാണ് വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൽ മുക്കിയത് ഇന്ത്യയാണ് എന്ന് ബംഗ്ലാദേശ് പറയുക, പ്രതികാരം ചെയ്യുകയാണ്. അല്ല, അതിന് ഇന്ത്യ ആണെങ്കിൽ സാറ്റലൈറ്റ് പിക്ചേഴ്സൊക്കെ കിട്ടുമല്ലോ, അമേരിക്കയുടെ കയ്യിലുണ്ടാവുമല്ലോ. അപ്പം അമേരിക്കയാണല്ലോ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ പുറത്തുവിട്ടാൽ പോലും പുറത്തുവിട്ടോ ഇല്ലല്ലോ. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡോവലൊക്കെ സാറ്റലൈറ്റിനെ കബളിപ്പിച്ചുകൊണ്ട് തുറന്നു വിട്ടോ. ഇതിപ്പം ഇന്ത്യ ആണോ അതിൻ്റെ പിന്നിലെന്ന് എനിക്കറിയില്ല, നമുക്കൊട്ട് പറയാനും പറ്റില്ല. സാറ്റലൈറ്റ് പിക്ചറൊക്കെ വന്നാലേ നമുക്കത് അസർട്ടൈൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിനൊക്കെയുള്ള സാധ്യത യുദ്ധതന്ത്രത്തിലുണ്ട് എന്നുള്ളതാണ്. ബംഗ്ലാദേശ് ഏതായാലും ഇപ്പോൾ അത് ഓൾറെഡി ദുർബലയാണ്, ഇപ്പം പിന്നെ ഗർഭിണിയും കൂടി ആയ അവസ്ഥയിലാണ്. അപ്പം ബംഗ്ലാദേശിൻ്റെ നിലവിലുള്ള ഈ പട്ടാളത്തിൻ്റെ ബാക്കിംഗ് ഉള്ള ഈ മതമൗലികവാദികളുടെ ഭരണകൂടത്തെ തകർക്കണമെങ്കിൽ അവിടെ തന്നെ ഒരു പ്രതിസന്ധി വരണം. അത് രാഷ്ട്രതന്ത്രത്തിന് നമ്മൾ അനുമാനിക്കാവുന്നൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഒരുപക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. രാഷ്ട്രതന്ത്രത്തിൽ ഇതൊന്നും ചെയ്യാൻ ആരും പഠിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി വളരെ സ്ട്രെയിൻഡ് ആയിട്ടൊരു ഇക്കോണമിയാണത്. ആ ഇക്കോണമിയെ ഒന്ന് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ഹസീനയായിരുന്നു. അപ്പം ഇപ്പോൾ ഹസീനയ്ക്കെതിരെ ഫൈറ്റ് നടത്തി അവരവിടെ നിന്ന് ഒഴിച്ച് സാമ്പത്തിക ശാസ്ത്രം യൂനിസാണ് അധികാരത്തിൽ. അതെ. അപ്പോൾ യൂനിസ് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നുള്ളതാണ് അയാളുടെ ക്രെഡിബിലിറ്റി. ആ ക്രെഡിബിലിറ്റി തകർന്നു കഴിഞ്ഞാൽ യൂനിസ് ഒന്നുമല്ല. പിന്നെ ഈ ബംഗാളികളെന്ന് വെച്ചാൽ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ബംഗാളിൻ്റെ ദേശീയത, പ്രബുദ്ധത, സാംസ്കാരികമായ ഉന്നമനം എന്നൊക്കെ പിന്നെ എന്താണ് ഇതിന് പറയുക, ഉണ്ടയാണ്. സൗകര്യം കിട്ടിയ സമയത്തൊക്കെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വയലൻസ് കാണിച്ച ആളുകളാണ് ബംഗാളികൾ. നവകാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് നടന്ന ഏറ്റവും വലിയ കൂട്ടക്കൊലകൾ ബംഗാളിലാണ് നടന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് ബംഗ്ലാദേശിലാണ് കൂട്ടക്കൊലകൾ ഒരു 20 വർഷത്തിനിടയിൽ ഒരു വലിയ കൂട്ടക്കൊല ഉണ്ടാവും. അതാണ് ബംഗ്ലാദേശിൻ്റെ ചരിത്രം. അതുകൊണ്ട് ബംഗാളിയുടെ സംസ്കാരം, സാംസ്കാരികതയൊന്നും ഈ പറയുന്ന ഒരു വയലൻസിനെതിരൊന്നല്ല. ബംഗാളി ബേസിക്കലി ഹൈറ്റ് കുറവ് ഉള്ളതുകൊണ്ട് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പേർന്നവരാണ്. അപ്പോൾ ഞങ്ങൾ കൂടി B2 ആ മാർഷൽ ട്രൈബ്സ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ കിട്ടുന്ന സമയത്ത് ഭയങ്കര വയലൻസ് കാണിക്കാറുണ്ട്. ബംഗാൾ പൊതുവെ വയലൻസിൻ്റെ ഒരു നാടാണ്, നമ്മൾ കാണുന്നതാണല്ലോ, കേൾക്കുകയും ചെയ്യുന്നതാണ്. ആളുകൾ വിചാരം ബംഗാൾ എന്തോ സ്വപ്നസുന്ദര ശ്യാമസുന്ദര കേദാരമാണെന്നാണ്. അങ്ങനെയൊന്നുമില്ല ബംഗാൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പ്രതിസന്ധി വരുമ്പോൾ അവിടെ ഈ ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അധികരിക്കും. ആ അധികരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ചിലപ്പോൾ ചെയ്തിട്ടാവാം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ സാറ്റലൈറ്റ് ഇമേജസ് ഒക്കെ വന്നാൽ ഇന്ത്യനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അമേരിക്ക ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കുകയാണ്. അപ്പം തന്നെ അമേരിക്ക ഭ്രാന്തെടുത്ത് നടക്കുകയാണ്. അല്ല, ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ തുറന്നു വിട്ടിട്ടില്ല. ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ട്, നിഷേധിക്കുമല്ലോ. ബംഗ്ലാദേശ് ശക്തമായി പാകിസ്ഥാനിൽ തീവ്രവാദം നടത്തുന്നുണ്ടെന്ന് പാകിസ്ഥാൻ സമ്മതിക്കുമോ? അല്ല, ഇന്ത്യ തീവ്രവാദത്തിനെ സ്പോൺസർ ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ സമ്മതിക്കുമോ? ഇല്ല. ബട്ട് വി ഹാവ് സോളിഡ് എവിഡൻസ് ടു പ്രൂവ് അവർ ആർഗ്യുമെൻറ്റ്. അപ്പോൾ അതുപോലെ അവർക്ക് അമേരിക്കൻ കയ്യിലുള്ള സാറ്റലൈറ്റ് ഇമേജസ് മറ്റും ഉപയോഗിച്ചത് പ്രൂവ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഗെയിനാണ്. ഇന്ത്യക്ക് അത് ഭയങ്കര നഷ്ടമാകും. ഇപ്പം തന്നെ ഇന്ത്യയുടെ മേക്കട്ടെ തന്നെ വഴി നോക്കിയാണ് അമേരിക്ക നടക്കുന്നത്. കാരണം അവർ വിചാരിച്ച മോഡി വന്നപ്പോൾ മോഡി ഒരു തീവ്ര വലതുപക്ഷവാദിയാണ്, അതുകൊണ്ട് അതിഭീകരമായ രീതിയിൽ തീവ്ര വലതുപക്ഷവൽക്കരണം ഇന്ത്യൻ ഇക്കോണമിയിൽ നടത്തും, അത് അമേരിക്കൻ കമ്പനികൾക്ക് ബെനിഫിറ്റ് ചെയ്യുമെന്നാണ് അവർ കരുതിയത്. അങ്ങനെ ബെനിഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തീവ്ര വലതുപക്ഷവൽക്കരണം ഇക്കോണമി നടന്നു കഴിഞ്ഞാൽ ഒരു ഘട്ടം ഇക്കോണമി തകരും. ഇക്കോണമി തകരുമ്പോൾ ആ ഭരണകൂടത്തിനെതിരെ അതിശക്തമായ വികാരം വരും. ഈ സമയം നോക്കിക്കൊണ്ട് ആൻറ്റി നാഷണൽസ് രാഷ്ട്രത്തെ ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കും. ഇത് ലോകത്ത് എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്ലാൻ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം മോഡി അത്ര ഒരു കോർപ്പറേറ്റ് ഫ്രണ്ട്ലി ഭരണമല്ല നടത്തുന്നത്. മോഡി മോർ ഓഫ് എ കൈൻഡ് സോഷ്യലിസ്റ്റാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ നെഹ്റു കഴിഞ്ഞാൽ ഇന്ത്യ കഴിച്ച ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് ആണെന്ന് വെച്ചാൽ മോഡി എന്ന് പറയേണ്ട അവസ്ഥയാണ്. കാരണം നോട്ട് നിരോധനം ഇറ്റ്സ് കൈൻഡ് ഓഫ് ലെഫ്റ്റ് റിഫോമാണ്. ഇടതുപക്ഷക്കാർ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ. അല്ലെങ്കിൽ ഈ പറയുന്നതിൻ്റെ അതിരി ഒരു താരിഫ് ഈ പറയുന്നതിന് വേണ്ടി എന്താണ് ഈ പറയുന്ന ദേശീയ തലത്തിൽ ഒരു പുതിയ നികുതി നയം കൊണ്ടുവരുന്നത്, എല്ലാത്തിനും ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട്. ഈ ഇൻറ്റഗ്രേഷൻ യൂണിഫിക്കേഷൻ ഒക്കെ എന്ന് വെച്ചാൽ മുതലാളി ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ പരിപാടിയാണ്. മറ്റേ ക്യാപിറ്റലിസ്റ്റുകൾ കുറച്ചും ലിബറലാണ് അക്കാര്യത്തിൽ. അതുപോലെ ഫ്രീബീസ്
ഈ പറയുന്ന ഗ്യാസ് കൊടുക്കുക, ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പിന്നെ ക്യാപിറ്റലിസ്റ്റ് വലതുപക്ഷ ഭരണകൂടത്തിൻ്റെ സ്വഭാവമല്ല, ഇത് ഇടതുപക്ഷത്തിൻ്റെ സ്വഭാവമാണ്. അതാണ് മോഡി ഇത്. നിങ്ങളിപ്പോൾ ഇത് കേരളത്തിൽ നിന്നുകൊണ്ട് മോഡിക്ക് അങ്ങനെ ഇടതുപക്ഷം ഇമേജ് ആവശ്യമില്ല. ധൈര്യം വേറെ കേരളത്തിൽ നിന്നുകൊണ്ട് മോഡി വലതുപക്ഷക്കാരെന്നൊക്കെ പറയുമ്പോൾ പോലും ഉത്തരേന്ത്യ ആൾ ചെയ്യുന്നത് മൊത്തം, കേരളത്തിന് ഇനി വില ഉണ്ടാവില്ല, പക്ഷെ ഉത്തരേന്ത്യ അതിന് വിലയുണ്ട്. അയാൾ ചെയ്യുന്നത് മൊത്തം സാമ്പത്തിക രംഗത്ത് ഇത്തരം കാര്യങ്ങളാണ്. പിന്നെ അവരിവിടെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് സാമ്പത്തിക രംഗത്ത് മോഡി വലിയ രീതിയിൽ ലിബറലൈസ് ചെയ്യുന്നതാണ്. ഇൻഷുറൻസൊക്കെ ഇനിയും കൂടുതൽ പുറത്തെ കമ്പനികൾക്കായി തോന്നുന്നു. റെയിൽവേ പരിപൂർണമായിട്ട് പ്രൈവറ്റൈസ് ചെയ്യും എന്നൊക്കെയാണ് അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ബാങ്കിങ് സെക്ടറിൽ അടുത്ത ഘട്ടത്തിൽ റിഫോംസ് കൊണ്ടുവരും. അടുത്ത ഘട്ടത്തിൽ റിഫോംസ് എന്ന് വെച്ചാൽ അമേരിക്കയിൽ ഗ്രീൻ കാർഡ് കിട്ടിയ ഇഷ്ടംപോലെ ലോൺ കിട്ടിയിരുന്നല്ലോ. അങ്ങനെയാണ് അമേരിക്ക ഇവന്മാർ പൈസ മൊത്തം ഇന്ത്യയിലേക്ക് മറ്റും അയക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യും. അങ്ങനെയൊക്കെയാണ് അമേരിക്കയിലെ ഈ സബ്പ്രൈം ക്രൈസിസ് വന്നത്. ഈ രീതി നമ്മളിപ്പോൾ അതുപോലല്ല. ബാങ്കിലിപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളൊരു ഭൂമിയുടെ വാല്യൂന് 3-1 അവന്മാർ ലോൺ തരുള്ളൂ, അല്ലെങ്കിൽ അവന്മാർക്ക് ഷുവർട്ടി എന്തെങ്കിലും കൊടുക്കണം, സാലറി സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും കൊടുക്കണം. ഇതുകൊണ്ടാണ് ഇന്ത്യൻ ബാങ്കിങ് സെക്ടർ വലിയ കൊളാപ്സിലേക്ക് പോകാത്തത്. ബാങ്കിങ് സെക്ടർ ലിബറലൈസ് ചെയ്യാന്നുള്ള അവരുടെ ഒരു ആവശ്യകത. ബൈസൽ 3 നോംസ് കംപ്ലീറ്റ്ലി നടപ്പിലാക്കി. അത് ഇതുവരെ മോഡി നടപ്പിലാക്കിയിട്ടില്ല. അപ്പം മോഡി അവരുടെ കണ്ണിലൊരു കരടാണ്. അപ്പം മോഡിക്കെതിരെ സാധനം കിട്ടി അവർ കൃത്യമായിട്ട് ഉപയോഗിക്കും. പിന്നെ ഇസ്രായേലിനെയൊക്കെ പോലെ UN-നെ പിന്നെ പ്രമേയങ്ങളോ അല്ല ഇടപെടലൊന്നും കാറ്റി പുറത്താനുള്ള ശേഷി ഇപ്പോഴും ഇന്ത്യക്കായിട്ടില്ല. അതൊക്കെ നമ്മൾ വെറുതെ വേണം ആവേശത്തിൽ പറയാം. ഇസ്രായേലിന് പറ്റും, ചൈനയ്ക്കും പറ്റും, ഇന്ത്യക്ക് ഒരു പരിധി കൂടുതലൊന്നും പറ്റില്ല. കാരണം നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ അത് കണ്ടറിഞ്ഞ് ചെയ്യണമല്ലോ. അപ്പം അതുകൊണ്ട് ഇന്ത്യ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സാറ്റലൈറ്റ് പിക്ചർ അവൈലബിൾ ആണെന്ന് ഇന്ത്യക്ക് ദോഷം ചെയ്യും. അല്ലെങ്കിൽ സാറ്റലൈറ്റിനെ കണ്ടുപെടാതെ ചെയ്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള ദോഷമായിരിക്കും നമുക്ക് സംഭവിക്കുന്നത്. അത് വലിയ അന്താരാഷ്ട്ര നമ്മൾ നാണം കെടും. വേണമെങ്കിൽ അതിൻ്റെ പുറത്ത് വേണമെങ്കിൽ പിന്നെ ഇതൊക്കെ കൊണ്ടുവരാം, അന്താരാഷ്ട്ര നീതിന്യായ കോടതി കേസിന് പോകാം. വേണമെങ്കിൽ അമേരിക്ക കാരണം നമുക്ക് നമ്മുടെ ഡാം തുറന്നുവിടാൻ അവകാശം അല്ലല്ല, അത് മറ്റു രാജ്യത്തെ കൂടി അതിൻ്റെ വെള്ളം ഇമ്പാക്ട് ചെയ്തെങ്കിൽ പറ്റിയല്ല ഈ വിഷയവും. മറ്റു രാജ്യത്ത് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം, നിങ്ങൾ ഡാം തുറക്കും. ഇവിടെ തന്നെ ഡാം തുറക്കുകയാണെങ്കിൽ നാട്ടുകാർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നില്ലേ? തോന്നിയ പോലെ തുറക്കാൻ പറ്റും ഡാം? പറ്റില്ല. തോന്നിയ പോലെ പല സ്ഥലത്തും ഡാം തുറന്നിട്ടുണ്ട്, നാട്ടുകാർ അനുഭവിച്ചിട്ടുണ്ട്, അത് ഞാൻ പറയുന്നില്ല. അത് പിന്നെ ചില ആളുകൾ എന്ത് ചെയ്താലും കൊന്നു കളഞ്ഞാൽ നാട്ടുകാർക്ക് അവരുടെ ഇഷ്ടമാണ്. എന്തുകൊണ്ടോ ചില ആളുകൾ ഇഷ്ടമാണ് നാട്ടുകാർക്ക് എന്ന പോലെയാണ്. അപ്പോൾ അങ്ങനെ അതിർത്തിയിലേക്കുള്ള അങ്ങോട്ട് എത്തുന്ന അവിടെയും കൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഡാം തുറന്നു വിടുകയാണെങ്കിൽ അവരെയും കൂടി നമ്മൾ ഇൻഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ എന്തെങ്കിലും ചെയ്തോന്നും അറിയില്ല. സാറ്റലൈറ്റിനെ കണ്ടുപിടിയിട്ടാണ്. ഇതൊന്നും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഏതായാലും ബംഗ്ലാദേശിന് ഇതൊരു ക്ഷീണമാണ്. ആ അർത്ഥത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചുള്ളത് ഗുണകരമാണ്. കാരണം ഇപ്പോഴത്തെ ബംഗ്ലാദേശിന് ക്ഷീണം വരുന്നത് ഇന്ത്യയുടെ ആവശ്യകതയാണ്, നമ്മുടെ ആവശ്യകതയാണ്. കാരണം അവിടെ ഈ പറയുന്ന പോലെ ജിഹാദിസ്റ്റുകളുടെ കയ്യിലാണ് ഇപ്പം ഭരണം. അവർക്കൊരു ക്ഷീണം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ അവർക്കെതിരാവുള്ളൂ. അതുകൊണ്ട് എന്ത് തന്നെയായാലും ജനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പോലും നല്ല മനുഷ്യന്മാർക്ക് ദീർഘകാലാടിസ്ഥാനത്ത് നോക്കുമ്പോൾ നല്ലൊരു കാര്യമാണ് സംഭവിച്ചത്. നമ്മുടെ ഈ അതിർത്തിയിൽ നിന്ന് 120 കിലോമീറ്റർ മാത്രമാണ് അകലെ ഈ ഡാമും ബംഗ്ലാദേശ് തമ്മിലുള്ള 8 ജില്ലകൾ മുങ്ങി. അപ്പോൾ അത് 8 ജില്ല മുങ്ങുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചത് ആ രാജ്യത്തിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ്. അപ്പോൾ അതിനെ നെഗറ്റീവായിട്ട് അത് ഉള്ള ജൂട്ട് മൊത്തം നശിച്ചു പോകും. ഇൻഡസ്ട്രി ഓൾറെഡി അവിടെ ഡള്ളാണ്. ഇപ്പം ഇന്ത്യ അവരുടെ വിപണി എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയാണല്ലോ. വിപണി ഇന്ത്യയാണ്. മാത്രമല്ല ഉള്ള ഇൻഡസ്ട്രി ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഇതിൻ്റെ നടുവിലുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഇത് കൂടി സംഭവിക്കുന്നത്. പാകിസ്ഥാനിനെ അവരെ സഹായിക്കുന്നതിന് ലിമിറ്റ് ഉണ്ട്. ചൈന ഓപ്പണായി സഹായിക്കാൻ നിൽക്കില്ല, അമേരിക്ക ഓപ്പണായി സഹായിക്കാൻ നിൽക്കില്ല. ഇതൊരു കെയോസിലേക്ക് പോകും. ആ കെയോസാണ് അവിടെ അമേരിക്കക്ക് ആവശ്യം. കെയോസ് ആകുമ്പോൾ അമേരിക്കക്ക് അവിടെ ഇടപെടാൻ പറ്റും. ദേ ക്യാൻ കർവ് ഔട്ട് സംതിങ് കോൾഡ് അമേരിക്കൻ സ്റ്റൈൽ. അപ്പോൾ അത് പോസിബിളാണ്. അമേരിക്കയെ സംബന്ധിച്ച് അല്ല ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതൊരു മുൻകരുതലൊക്കെ എടുത്തിട്ടല്ലേ അത് ചെയ്തില്ല. ഇന്ത്യ ചെയ്തതെങ്കിൽ അത് വളരെ തന്ത്രപരമായിട്ട് ചെയ്തായിരിക്കും. സാറ്റലൈറ്റിനെ കണ്ണിപ്പെടാതെ ചെയ്യാനറിയാമായിരിക്കും, അങ്ങനെ ചെയ്തായിരിക്കും. അത്തരം കാര്യം അല്ലാതെ ചെയ്യില്ല. അത് എന്തായാലും ഒരു പണി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അങ്ങനെ ആയിരിക്കാം. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ പണി കൊടുത്തു എന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് ഉറപ്പില്ലാത്ത കാര്യം പറയാൻ പറ്റും. അങ്ങനെ സാധ്യതയുണ്ട്, അത്രയേ ഉള്ളൂ.